ഹായ്. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള റെഗുലേഷൻ ഓഫ് കാൽഷ്യം ആയിരുന്നു, കമ്പൈൻഡ് ആക്ഷൻ ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് കാൽസിറ്റോണിൻ ആൻഡ് പാരാത്തോർമോൺ എന്ന് പറയുന്ന ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നോർമലി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും എന്താണ് നമുക്കൊരു നോർമൽ ലെവലുണ്ട്. അപ്പോൾ ഈ നോർമൽ ലെവലിന് വേരി ചെയ്യുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ ടു ഹോർമോൺസ് കോൾഡ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. നമ്മൾ കാൽസിറ്റോണിൻ ആൻഡ് പാരാത്തോർമോൺ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ എന്ന് പറയുമ്പോൾ ഒന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റൊന്നിനെ കുറക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് ടേംസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. FBS, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PBS, അതുപോലെ HbA1c എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ടെസ്റ്റുകൾ നിങ്ങളിപ്പോൾ വീട്ടിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് ലെവൽ നോക്കാറുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കാറുണ്ട്. അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിടന്ന് എണീറ്റ് വെറും ഒന്നും കഴിക്കാണ്ട് നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കാറുണ്ട്. അതാണ് FBS എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതാണ് നമ്മൾ PPBS എന്ന് പറയുന്നത്. അത് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് എടുക്കുന്നതാണ് PPBS എന്ന് പറയുന്നത്. ദെൻ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഒരു 4-5 മാസം നമുക്ക് ഏകദേശം ഒരു 3 മന്ത്സിൻ്റെ എത്രത്തോളം ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിലുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ഈ 3 FBS ആണെങ്കിലും PPBS ആണെന്നുണ്ടെങ്കിലും HB1AC ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നോർമലി ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 70 to 100 mg/dL. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു, രാവിലെ എണീറ്റിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പോയിട്ട് നമ്മൾ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ നോർമൽ ലെവലിൽ വരേണ്ടത് 70 to 100 mg/dL ആണ് വരേണ്ടത്. ദെൻ നമുക്ക് PPBS എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പറയുകയാണെങ്കിൽ PPBS എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പറയുന്നുള്ളൂ. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്നുള്ളതാണ്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റ് പ്രാൻഡിയലിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ദാറ്റ് ഈസ് ആഫ്റ്റർ മീൽ കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് PPBS ആണ്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആഫ്റ്റർ 2 hours എന്ത് ചെയ്യണം? ഒരു ഭക്ഷണം കഴിച്ചു, മോർണിംഗിലൊക്കെ എണീറ്റു, അല്ലെങ്കിൽ നമ്മൾ എണീറ്റതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ 2 hours പോയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെന്നാണ് അതിനെ പറയുന്നതാണ് PPBS എന്ന് പറയുന്നത്. അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ്? ലെസ് ദാൻ 140 mg/dL ആവണം. 140 mg/dL താഴെയാണ് എന്ത് വരുന്നത്? PPBS എന്ന് പറയുന്നത് വരേണ്ടത്. ഇനി നമുക്ക് കുറേ കാലങ്ങളായിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല, നമുക്കൊരു പെട്ടെന്ന് ഒരു ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ്, ഒരു ദിവസം പോയി ചെയ്ത് ഇതർ FBSO അല്ലെങ്കിൽ നമ്മൾ PPBSO ചെയ്ത സമയത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ് എന്ന് കാണുമ്പോൾ നമുക്ക് എന്ന് മുതലാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ഷുഗർ ഉണ്ടായി, ഇപ്പോൾ പെട്ടെന്നുണ്ടായി, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായതാണോ, അതെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഈ ഷുഗർ പ്രശ്നം ഉണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ടോ, അതോ നമ്മുടെ എന്തെങ്കിലും അപ്പതാ ലൈഫ് സ്റ്റൈലോ ഉണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ വളരെയധികം മധുരം കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പം ഷുഗർ ലെവൽ കൂടാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് ഷുഗർ ലെവലൊക്കെ കൂടാം. അങ്ങനെയൊക്കെ വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് നടത്താറ്. അപ്പോൾ ഒരു 3 months ബിഫോറുള്ള എന്താണ് വിത്തിൻ 3 monthsലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു 5.7 ആണ് പെർസെൻറ്റേജ് ആണ് ആ ഒരു HbA1c എന്ന് പറയുന്നതിൻ്റെ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് 5.7% കുറവാണെന്നുണ്ടെങ്കിൽ
അത് നമ്മൾ എന്താണ് നോർമൽ ആയിട്ടാണ് കാണുക. അപ്പോൾ നിങ്ങളൊരു ബോർഡ് ഇത് എഴുതുക. നമുക്ക് എല്ലായ്പ്പോഴും പഠിക്കാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ടേബിൾ ഫോമാറ്റിലേക്കോ അല്ലെങ്കിൽ അതൊരു ചെറിയ നോട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക. ടെസ്റ്റ് എന്ന് എഴുതുക, നോർമൽ ലെവൽ അല്ലെങ്കിൽ നോർമൽ റേഞ്ച് എന്ന് ഇവിടെ കൊടുക്കുക. ഫസ്റ്റ് ടെസ്റ്റ് ഏതായിരുന്നു? FBS ആണ് വരുന്നത്. രണ്ടാമത്തത് വരുന്നത് PPBS ആണ്. മൂന്നാമത്തെ വരുന്നത് HbA1c അല്ലേ, സ്മോൾ സി ആണ് വരുന്നത്. ഈ 3 ലെവലും നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം, അതിന് നോർമൽ ലെവൽ ഇവിടേക്ക് എഴുതി മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ എത്രയാ വരുന്നത്? നമ്മൾ വരുന്നത് FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ 70 to 100 milligram per deciliter ആണ്. അതാണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. PPBS ആണെന്നുണ്ടെങ്കിൽ 140 milligram per deciliter ആണ് വരുന്നത്. HbA1c എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ലെസ് ദാൻ 5.7% എന്നുള്ളതാണ്. ഇവിടെ പെർസെൻറ്റേജ് ആണ് വരുന്നത്. ഇറ്റ് ഇസ് ലെസ് ദാൻ എന്നുള്ളതാണ് വരുന്നത്. ഇറ്റ് ഇസ് ലെസ് ദാൻ 5.7% ആണ് എന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. അപ്പം നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് മെമ്മറിയിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വാല്യൂ മേ ബി ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ 1 വേർഡ് ക്വസ്റ്റ്യനിലേക്കൊക്കെ വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ FBS, PPBS, HbA1c. FBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ നോക്കുന്നതാണ് FBS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ FBSൻ്റെ എടുക്കുന്നതിൻ്റെ വാല്യൂ 70 to 100 milligram per deciliter. PPBS ആഫ്റ്റർ 2 hours എടുക്കുകയാണെങ്കിൽ 140 up to 140 milligram per deciliter വരെ പോവാം. HbA1c ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, HbA1c എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ 5.7% ആവണം. എങ്ങനെയാണ്, അതൊരു 3 monthsൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കുട്ടി ചിന്തിക്കാൻ നോക്കുക. ആഫ്റ്റർ ഡൈജഷൻ ഗ്ലൂക്കോസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം, ഇഫ് സോ ഷുഡൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ബി ഇൻക്രീസ്ഡ്, ഹൗ വിൽ ഇറ്റ് റിമെയിൻ സ്റ്റേബിൾ? അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്, നോർമൽ ലെവലിൽ വേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ഫുഡ് കഴിച്ചു, നമ്മുടെ ഇന്ത്യൻസ് എസ്പെഷ്യലി നമ്മൾ എന്താണ് നന്നായിട്ട് റൈസ് ഐറ്റംസ് കഴിക്കുന്ന, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതൽ കഴിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു മീൽ, ആഫ്റ്റർ മീൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ കൂടും. അത് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്താണ്, എബോവ് ആ ഒരു പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ആ ലെവൽ നമുക്ക് എന്ത് ചെയ്യണം, അതങ്ങനെ വെച്ചിരിക്കാൻ പറ്റുമോ? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെച്ചിരിക്കാൻ പാടുമോ? ഇല്ല, അത് ഡെഫിനറ്റ്ലി അത് നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമുക്ക് ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് മാറ്റേണ്ടി വരും. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ 2 ഹോർമോൺസിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോണിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ ആണ് ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് കാൽഷ്യത്തിൻ്റെ ലെവലിൽ പറഞ്ഞത് രണ്ട് ഗ്ലാൻഡുകളായിരുന്നു അല്ലേ. 2 ഹോർമോൺസ് ഉണ്ടെങ്കിലും 2 ഗ്ലാൻഡാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒറ്റ ഗ്ലാൻഡേ ഉള്ളൂ. ആ ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ആണ് എന്ത്, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കാം കേൾക്കുന്നത്. പക്ഷേ ഇൻസുലിൻ ഒട്ടുമിക്ക ആളുകളും കേൾക്കാൻ ചാൻസസ് ഉണ്ട്. വീട്ടിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഡയബറ്റിക് ആയിട്ടുള്ള, അതായത് ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസുലിൻ എന്നുള്ളത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നതും ഗ്ലൂക്കഗോണിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് മാത്രമല്ല, അതിന് ഒരു എക്സോക്രൈൻ ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ എന്നുള്ള എക്സോക്രൈൻ ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ അതിനർത്ഥം എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്.
ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ എക്സോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസ്, സെക്രീറ്റ് ഹോർമോൺസ്. അപ്പോൾ ഈ ഗ്ലാൻഡ്, ഇതാണ് നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു ഗ്ലാൻഡാണ് എന്ത്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടുള്ള പാങ്ക്രിയാസ് അല്ലെങ്കിൽ പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഈ പാങ്ക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹോർമോൺസ്, ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോണിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് പാങ്ക്രിയാസ് ആണ്. പാങ്ക്രിയാസിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ സെല്ലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതിലാണ് ആ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, വി ക്യാൻ സി ആൽഫ സെല്ലിനെയും അതുപോലെ ബീറ്റ സെൽസിനെയും കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ സെല്ലുകളുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അത് പഠിക്കാനില്ല. ഇപ്പോൾ പഠിക്കാനുള്ള ആൽഫ സെൽസിനെയും ബീറ്റ സെൽസിനെയും കുറിച്ചാണ്. അപ്പോൾ പാങ്ക്രിയാസ് നമുക്കിപ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഹൈറാർക്കി പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഓർഡർ എങ്ങനെ പറയാം, പാങ്ക്രിയാസ് ഉണ്ട്, പാങ്ക്രിയാസിന് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഉണ്ട്, ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഉണ്ട്. ഈ ഐലറ്റ് ഓഫ് ലാംഗർ ഹാൻസിൽ നമുക്ക് 2 ടൈപ്പ് സെല്ലുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ബീറ്റ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നു, ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പർപ്പിൾ കളറിൽ കാണുന്നതാണ് ആൽഫ സെൽസ്. ബീറ്റ സെൽസ് എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ, ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് ബീറ്റ സെൽസ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ തന്നെ ക്ലിയർ ആണ് എന്ത്, ബീറ്റ സെൽസ് ആണോ ആൽഫ സെൽസ് ആണോ കൂടുതൽ, ആൽഫ സെൽസിനേക്കാളും കൂടുതൽ ബീറ്റ സെൽസ് ആണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആൽഫ സെൽസ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ബീറ്റ സെൽസ് സെക്രിയേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻസുലിൻ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് ബീറ്റ സെൽസ് ആണ്. അപ്പോൾ പാങ്ക്രിയാസ് ഉണ്ട്, പാങ്ക്രിയാസിലെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്. അതിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ്, ആൽഫ ആൻഡ് ബീറ്റ സെൽസ്. ആൽഫ സെൽ എന്ന് പറയുമ്പോൾ ദാറ്റ് സെക്രീറ്റ് ഗ്ലൂക്കഗോൺ ആൻഡ് ബീറ്റ സെൽ സെക്രീറ്റ് ദ ഇൻസുലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഔട്ടർ വ്യൂ എന്ന് പറയുന്ന ഒരു നമ്മുടെ പാങ്ക്രിയാസ് അല്ലെങ്കിൽ നമ്മളെ ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു ഔട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്തായിരിക്കും, which gland plays a key role in regulating the glucose level in the blood? That is pancreas അല്ലേ. പാങ്ക്രിയാസ് ആണ് ഒരു ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആവുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാങ്ക്രിയാസ് ആണ്. അതേ സ്ഥാനത്ത് what are the glands that plays a key role in regulating the calcium level in blood എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം, തൈറോയിഡ് ആൻഡ് അവിടെ 2 ഗ്ലാൻഡ് ഇൻവോൾവ് ആണ്, തൈറോയിഡ് പ്ലസ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ് വരുന്നത്. ഇവിടെ ഹോർമോൺസിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസിന്റെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പാങ്ക്രിയാസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാങ്ക്രിയാസ് എവിടെയാണ്, നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്, നമ്മുടെ എന്താണ് ഇൻഡസ്റ്റൈനുമായിട്ടൊക്കെ ചേർന്നിട്ട് കിടക്കുന്ന അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാങ്ക്രിയാസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇൻ ദ പാങ്ക്രിയാസ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ റിലേഷൻ ടു ഹോർമോൺ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ദ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്. ഐലറ്റ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നതാണ് ഹോർമോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന പാങ്ക്രിയാസിന്റെ പാർട്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യനും എന്താണ് നമുക്ക് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയാൻ പറ്റും. There are 2 main types of cells in it, alpha cells and beta cells. Alpha cells produces the hormone called glucagon and beta cells produces the hormone called insulin. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സംഭവം. ഈ ഒരു സിമ്പിൾ ഡയഗ്രാം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം വരുന്നുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു പിക്ചറിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്താണത്, ഇതിൻ്റെ ഫംഗ്ഷനും കൂടെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസസ് ദ ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് ഈ ഒരു റെഗുലേഷൻ ഓഫ് കാൽഷ്യം എന്ന് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് സെൽസ് ആണ് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. They have two cells, alpha cells and beta cells. Alpha cells secrete the glucagon and beta cells secretes the insulin. And glucagon, what are the function of glucagon എന്ന് പറയുമ്പോൾ that helps to increases the glucose level while the insulin helps to reduces the glucose level. ഇത്രയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇത്രയും പാരഗ്രാഫ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മൾ നേരത്തെ കാൽഷ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ പിക്ചറിൽ പറയാൻ പോകുന്നത്. ഒരു ഓവറോൾ വ്യൂ ഇങ്ങനെ കാണാം, എന്നിട്ട് നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ചു വരാം. ഇതാണ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ ഇൻവോൾവ് ആകുന്നത്, ലിവർ വരുന്നുണ്ട് അല്ലേ, ലിവർ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഗെയിൻ പഴയ പോലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് FBSനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, 70 to 100 milligram per deciliter എന്ന് പറയുന്നത്. അപ്പോൾ whenever the normal level of glucose level increases or 70 to 100 milligram per deciliter-നേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, that means increases, the blood glucose level increases, the beta cells of pancreas get stimulated the beta cells of pancreas and secretes the insulin hormone സെക്രീറ്റ് ചെയ്യും. അവിടെ ചെയ്യുന്നത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, അവിടെ ആക്ഷൻസ് എന്ന് പറയുന്നത് ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, ലിവറും അതുപോലെ ടിഷ്യൂസും നമുക്കിവിടെ പറയാൻ പറ്റും. ടിഷ്യൂസ് ആൻഡ് ലിവർ ആണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ ഇൻസുലിൻ ചെയ്യുന്ന ടിഷ്യൂസിൽ എന്ത് പോയി ചെയ്യും, ഇൻസുലിൻ ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ എൻട്രി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. ബ്ലഡിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാണ് നമുക്കിവിടെ വേണ്ടത്. ഇൻസുലിൻ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ സെൽസിലേക്ക് ടിഷ്യൂസിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, സ്പീഡപ്പ് അതിൻ്റെ അപ്ടേക്ക് അല്ലെങ്കിൽ അതിനെടുക്കുന്ന എൻട്രി എന്ത് ചെയ്യാണ്, സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് നമുക്ക് ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ലിവറിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ എന്തായി മാറ്റും, ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ഒരു കോമ്പൗണ്ട് ആയിട്ട് ഗ്ലൂക്കോസിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കോംപ്ലക്സ് ഫോമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അത് ലിവറിൽ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അതിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോജൻ സിന്തസിസ്. അപ്പോൾ ഇറ്റ് പ്രൊമോട്ട്സ് ദ ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വഴി എന്ത് ചെയ്യും, ഇവിടെ ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ മാക്സിമം സെല്ലിലേക്ക് കൊടുത്തു, അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ നേരെ ലിവറിൽ വെച്ചിട്ട് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയും ചെയ്തു. ഇങ്ങനെ വരുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസസ് ടു നോർമൽ ലെവൽ, ദാറ്റ് മീൻസ് 70 to 100 milligram per deciliter. ഇനി നോക്കുക, ഇത് നോർമൽ ലെവലിൽ നിന്നും കുറഞ്ഞു, നമ്മളൊരു ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസൊക്കെ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്ത് കഴിയും. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഇറ്റ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ alpha cells of pancreas. Alpha cells of pancreas stimulate ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ that secretes the glucagon എന്ത് പോയി ചെയ്യും, നേരെ പോയിട്ട് ലിവറിലാണ് ആക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ ഉണ്ടല്ലോ, ഗ്ലൈക്കോജനെ മുറിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. ദെൻ അമിനോ ആസിഡ്സ് എന്നൊക്കെ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിന് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ അമിനോ ആസിഡ് പ്രോട്ടീൻസ് എന്നൊക്കെ അമിനോ ആസിഡ്സ് എന്നൊക്കെ അതുപോലെ ഫാറ്റ് എന്നൊക്കെ ഗ്ലൂക്കോസിന് ഉണ്ടാക്കിയിട്ട് അത് നേരെ പോയിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലിലേക്ക് എത്തും. ദെൻ അതിൻ്റെ ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൈക്ലിക് ആയിട്ട് നമ്മളിപ്പോൾ ഏതൊക്കെ കണ്ടീഷനിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടാം, നമ്മുടെ നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് മീൽ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും, കാർബോഹൈഡ്രേറ്റ് റിച്ച് മീൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. That stimulates the beta cells of pancreas and that beta cells of pancreas secrete insulin, and insulin stimulates or speed up the entry of glucose from blood into the cells, and also the glucose in the liver it increases the glycogen synthesis, that is glucose is converted to glycogen. Then by both this action the blood glucose level decreases to normal level. Then when after
നമ്മുടെ ഫുഡ് കഴിച്ചു, ആഫ്റ്റർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോങ് ഡേ കഴിഞ്ഞ് നമ്മൾ ഫുഡൊന്നും എടുത്തില്ലെങ്കിൽ, നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് കണ്ടീഷനിലൊക്കെ ആകുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് സ്റ്റിമുലേറ്റ്സ് ദ alpha cells of pancreas, and it alpha cell secretes the glucagon, and glucagon helps to the increasing the level of glucose in blood by breaking down the glycogen in the liver, and also stimulates the formation of glucose from amino acids. By this action the level of glucose in blood increases എന്നുള്ളതാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റെഡ്യൂസസ് ദ ഗ്ലൂക്കോസ് ലെവൽ അല്ലേ. ഇവിടെ ആക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഫംഗ്ഷൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ വഴിയാണ് ചെയ്യുന്നത്? ഇവിടെ വരുന്നത് സ്പീഡ് അപ്പ് ദ അപ്ടേക്ക് ഓഫ് glucose from blood to cell. അതുപോലെ തന്നെ glycogen synthesis in the increases or stimulates the glycogen synthesis in the liver. ഇവിടെ വരുമ്പോൾ സംഭവിക്കുന്നത് രണ്ടിലും ആക്ഷൻ വരുന്നത് ലിവറിലാണ്. എന്താണ് ഫസ്റ്റ് വരുന്നത്? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? അമിനോ ആസിഡ് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പൊതുവെ പറയാനും നോൺ കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസ് എന്നുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മെറ്റീരിയൽസ് എന്ന് ഗ്ലൂക്കോസിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ലെവൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസുലിൻ്റെ ആക്ഷൻ എന്താണ്, ഗ്ലൂക്കോഗോണിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻസുലിൻ. ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. പ്രൊഡ്യൂസിങ് സെൽ എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് ബീറ്റാ സെൽസ് ആണ്. ദെൻ ഇവിടെ വരുന്നത് ആൽഫ സെൽസ് ആണ്. ആൽഫ സെൽസ്. ദെൻ ഇവിടെ നമുക്ക് പ്രോസസ്സ് ഏതൊക്കെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ സിന്തസിസ്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ടേക്ക് സ്പീഡ്സ് അപ്പ് ദ അപ്ടേക്ക് ഓഫ് glucose into the blood, into the cell, sorry blood അല്ല cell. ഇനി ഇവിടുത്തെ ആക്ഷൻ പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ്സസ് വരുന്നത് ഗ്ലൈക്കോജനോലൈസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ. ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റുന്ന ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ. പിന്നെ ഒന്നും കൂടെ നടക്കുന്ന എന്താണ്? സിന്തസിസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സിന്തസിസ് ഓഫ് glucose from amino acids. ഇതാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് കാൽഷ്യത്തിനെയും നമ്മുടെ കാൽഷ്യം റെഗുലേഷനും ഇതും കൂടി ഒരു കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ടേബിൾ വരച്ചു നോക്കാം അല്ലേ.
ഇവിടെ വരുമ്പോൾ ടേബിൾ വരയ്ക്കുക. നമ്മളെല്ലായ്പ്പോഴും ഇങ്ങനെ ടേബിളൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ലാസ്റ്റ് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇതിലേക്കൊന്ന് ഈ ഒരു ഇതിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നോക്കുന്നത് റെഗുലേഷൻ ഓഫ് കാൽഷ്യം ആണ്. രണ്ടാമത് നോക്കുന്നത് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്. നേരത്തെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ഒരു ടേബിളും കൂടെ ആഡ് ചെയ്യാം, ഒരു കോളം കൂടെ ആഡ് ചെയ്യാം. എന്തൊക്കെ വരണം ഇവിടെ? ഗ്ലാൻഡ് എന്ന് എഴുതാം. രണ്ടാമത്തതിൽ ഹോർമോൺസ് ഇൻവോൾവ് എഴുതാം അല്ലേ. ഗ്ലാൻഡ് ഏതാണ് റെഗുലേഷൻ ഓഫ് കാൽഷ്യത്തിൽ വരുന്നത്? തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഇവിടെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് പറയാം. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നും കൂടെ എഴുതി കൊടുക്കാം. ഹോർമോൺസ് ഇൻവോൾവ് വരുമ്പോൾ ഇവിടെ കാൽസിറ്റോണിൻ ആണ് പറയുന്നത്. അതുപോലെ ഇതിങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ വരും, പാരാതോർമോൺ. ഇവിടെ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഈ ഓർഡർ തന്നെ എഴുതാൻ ശ്രമിക്കുക, അവിടെ ട്രിക്ക് ഉണ്ട്. കാൽസിറ്റോണിൻ. അപ്പോൾ നമുക്കിന്ന് പെന്നിൻ്റെ കളറൊക്കെ മാറ്റി നോക്കാം. ഒരു ബ്ലൂ. ഓക്കെ. ഇനി കാൽസിറ്റോണിൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാൽസിറ്റോണിൻ എന്താണ് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആരോ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, താഴേക്ക് ഇട്ട് കൊടുക്കുക. കാൽസിറ്റോണിൻ എന്ത് ചെയ്യാണ്? റെഡ്യൂസസ് ദ കാൽഷ്യം ലെവലാണ് അല്ലേ. ഇവിടെ കുറച്ച് കൊടുക്കുക. പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഇങ്ങനെ എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് കൊടുക്കുക. ഇൻസുലിന് താഴേക്കാണ്, റെഡ്യൂസ് ചെയ്യാണ് ഗ്ലൂക്കോസ് ലെവൽ, ഗ്ലൂക്കോഗോൺ ലെവൽ കൂട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആരോ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്താണെന്ന് മനസ്സിലാക്കിയിട്ടിടുക. കാൽസിറ്റോണിൻ ചെയ്യുന്നത് ഗ്ലൂക്കോഗോൺ ലെവൽ കുറക്കാൻ കാൽഷ്യം ലെവൽ കുറക്കാൻ സഹായിക്കുകയാണ്. പാരാതോർമോൺ ചെയ്യുന്നത് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ആരോ കൊടുക്കുക. പാരാതോർമോണിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എവിടെ എന്താ സംഭവിക്കുന്നത്? പാരാതോർമോൺ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻസുലിൻ ഷുഗർ ലെവൽ കുറക്കാൻ സഹായിക്കുന്നത്, അതുപോലെ ഗ്ലൂക്കോഗോൺ കൂട്ടാൻ സഹായിക്കുന്നത്. അതിനെ മാത്രമാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇവിടെ നമുക്ക് ആക്ഷൻസ് കൊടുക്കാം. എന്താണ് കാൽസിറ്റോണിൻ ചെയ്യുന്ന ആക്ഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിമുലസ് എന്ന്. ഫസ്റ്റ് നമുക്ക് ആക്ഷൻ കൊടുക്കുന്ന മുന്നേ സ്റ്റിമുലസ് കൊടുക്കാം. ഇവിടെ കൊടുക്കേണ്ടത് ഒരു വേറെ കളർ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കൊടുക്കാം. ഇവിടെ സ്റ്റിമുലസ് എന്താണ്? സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റിമുലസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ്, ഇവിടെ ആക്ഷൻ എന്ന് കൊടുക്കുക. ഓക്കെ. ഇവിടെ എന്താണ് സ്റ്റിമുലസ്? എന്താണ്? കാൽഷ്യം ലെവല്, കാൽഷ്യം വൃത്തിയിൽ എഴുതാട്ടോ. കാൽഷ്യം ലെവല് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കാൽസിറ്റോണിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ലെവല് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പാരാതോർമോണ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ്റെ കേസിൽ എന്താണ് വരിക? ഇവിടെ ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിമുലസ് വരും. ദെൻ ഗ്ലൂക്കോസ് ലെവല് ബ്ലഡിൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗ്ലൂക്കോഗോൺ സിന്തസിസ് വരും, ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാൽഷ്യം ലെവലിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. പാരാതോർമോണ് കാൽഷ്യം ലെവൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പാരാതോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടന്ന് ഗ്ലൂക്കോസ് ലെവലിനെ ഡിക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് ലെവലിനെ ഡിക്രീസ് ആവുന്ന സമയത്ത് ബ്ലഡിൽ
ഡിക്രീസ് ആവുന്ന സമയത്ത് ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും, അതിനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ കാൽഷ്യം ലെവലിൽ നമ്മൾ ആ 3 ഫങ്ഷൻസ് നമ്പർ ഇട്ടിട്ട് എഴുതുക. ഏതൊക്കെയായിരുന്നു? റീഅബ്സോർപ്ഷന്, കിഡ്നിയിലുള്ള റീഅബ്സോർപ്ഷനെ കുറക്കുന്ന, ഇൻഡസ്റ്റൈനിലെ അബ്സോർപ്ഷനെ കുറക്കുന്ന, അതുപോലെ മിക്സിംഗ് ഓഫ് ബോണിലുള്ള മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റും റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള, ഇനിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെ ഗ്ലൈക്കോജൻ സിന്തസിസും അപ്ടേക്കും, അതുപോലെ ഇവിടെ വരുന്നത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആൻഡ് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ് എന്നുള്ളത്. ഈ 4 പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് രണ്ടും, റെഗുലേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഈ പറയുന്ന ഡയബറ്റിസ് മെലിറ്റസ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മലയാളത്തിലാണെങ്കിൽ പ്രമേഹം എന്ന് പറയും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ്, ഷുഗർ ഉണ്ടോ, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്നാണ് ചോദിക്കുക. പ്രഷറും ഷുഗറൊക്കെ ഉണ്ടോ എന്നല്ലേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം. ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റേസ് ചെയ്യുന്നതിനെയാണ്, നോർമൽ ലെവലിൽ നിന്ന് റേസ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഒരു ലെവൽ ഏതാണ്? FBSൻ്റെ ലെവൽ എന്ന് പറയുന്നത് 70 to 120 ആണ്, 100 ആണ് നമ്മുടെ എന്ത് പറയുന്നത്, നോർമൽ ലെവൽ എന്ന് പറയുന്നത്. FBSൻ്റെ നോർമൽ ലെവൽ 70 to 100 mg/dL ആണ്. പക്ഷേ FBS 126 mg/dL അബോവ് ആണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് റൈസസ് അബോവ് നോർമൽ. നമുക്കിനിയിപ്പോൾ ആ വാല്യൂ ഒന്നും അറിയില്ലെങ്കിൽ തൽക്കാലം നോർമൽ എഴുതി വെച്ചാൽ മതി. പക്ഷേ ഈ വാല്യൂ കൂടെ പഠിക്കുക. FBS എബോവ് 126 mg/dL, ഇതിൻ്റെ യൂണിറ്റും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നപ്പോൾ എന്താണ്? ഒരു ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് റൈസസ് എബോവ് നോർമൽ. ദാറ്റ് ഇസ് FBS ആണെങ്കിൽ എബോവ് 120 mg/dL ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്സസീവ് തേഴ്സ്റ്റ്, നന്നായിട്ട് എപ്പോഴെപ്പോഴും ദാഹം വരുന്നത്, അങ്കർ, ഭയങ്കര വിശപ്പ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, വെയിറ്റ് ലോസ് ആൻഡ് ഫാറ്റീഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് 5 സിംറ്റംസ് ആണ് പറയുന്നത്. എക്സസീവ് തേഴ്സ്റ്റ് ആൻഡ് ഹങ്കർ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, വെയിറ്റ് ലോസ് ആൻഡ് ഫാറ്റീഗ്, ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന കണ്ടീഷനൊക്കെ വരുന്നതാണ് സിംറ്റംസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ കാണുമ്പോൾ 100 million plus in India now diabetic, up 44% in 4 years, ICMR study. Do not ignore diabetes. Sugar boards in school to raise awareness against diabetes. Overweight children show signs of diabetes. Control diabetes. Don't let it stand in your way. Over 60% of the participants in the diabetes screening camp were found to have diabetes. India tops global diabetes list. In the case of diabetes, lifestyle plays a greater role than family history. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ വായിച്ചു ഇതല്ലേ? ഇതൊക്കെ എന്താണ് പറയുന്നത്? ഡയബറ്റീസുമായിട്ട് കുറേ ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസും എന്താണ് പോസ്റ്റേഴ്സും ഒക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഗ്ലോബലി എന്താണ് നമ്മുടെ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് എന്ന് പറയുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണെങ്കിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിലും ഏജ്ഡ് ആയിട്ട് ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇവിടെയും നമുക്കൊരു ടേബിൾ ഫോം ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് എഴുതി വെക്കുക. ഈ ടേബിളിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ളത് എഴുതി വെക്കുക. അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് റൈസ് അബോവ് നോർമൽ, ദാറ്റ് ഈസ് FBS അബോവ് 126 mg/dL എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? അടുത്ത കോളം വരയ്ക്കുക, സിംറ്റംസ് അതിൻ്റെ താഴെ എന്ന് വരച്ചിട്ട് സിംറ്റംസ് എഴുതുക. 5 സിംറ്റംസ് എന്ത് ചെയ്യുക? നമ്പർ ഇട്ടിട്ട് എഴുതി വെക്കുക. excess thirst, hunger, frequent urination, then weight loss and fatigue എന്ന് പറയുന്ന ഈ 5 സിംറ്റംസ് എഴുതി വെക്കുക. ഡയബറ്റിസ് മെലിറ്റസ് എന്താണെന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പം എല്ലതും നിങ്ങളൊരു ടേബിൾ ഫോമാറ്റിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ എക്സാമിലേക്ക് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഡയബറ്റിസ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്ലോബലി ഇൻക്രീസ് ചെയ്യുക. ഗ്ലോബലി മീൻസ് വേൾഡ് വൈഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡയബറ്റിക് പേഷ്യൻസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഷുഗർ ലെവൽ കൂടിയ കണ്ടീഷൻ മാത്രമാവില്ല. ചിലപ്പോൾ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം,
അതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാവാം, വിഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് വരാൻ ചാൻസസ് ഉള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ അത് ഫുഡ് കൺട്രോൾ ചെയ്യുക, മരുന്ന് കഴിക്കാണ്ടിരിക്കുക, മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കാണ്ടിരിക്കുക, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാണ്ടിരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, റീനൽ ഡിസീസസ് ആൻഡ് വിഷൻ പ്രോബ്ലം, വിഷൻ ഇമ്പയർമെൻ്റ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇഫ് ഇഗ്നോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺട്രീറ്റഡ് ആയിട്ട് ലെഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഷുഗർ അല്ലേ, ഡയബറ്റിക് അല്ലേ എന്നുള്ള രീതിയിൽ അതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കതിനെ തുടർച്ചയായിട്ട് വരാൻ പോകുന്ന ഹാർട്ട് ഡിസീസ് വരാം, സ്ട്രോക്ക് വരാം, ദെൻ റീനൽ ഡിസീസസ് വരാം, വിഷൻ പ്രോബ്ലം വരാം, നമ്മുടെ മസിൽസിനെ ബാധിക്കാറുണ്ട്, പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കാറുണ്ട്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡിൽ അല്ലെങ്കിൽ നമുക്ക് അതിനെ എഫക്ട് ചെയ്യുന്നത് ഒരു ബ്ലഡിൽ എലവേറ്റ് ചെയ്ത ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മാത്രമല്ല നമ്മൾ കാണാൻ പറ്റുന്നത്. അത് ഇഗ്നോർഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലും നമ്മുടെ ലൈഫിനെ തന്നെ, നമ്മുടെ ലൈഫിലെ എല്ലാ രീതിയിലും നമ്മളത് എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പോവുക. അപ്പോൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഡയബറ്റീസ് ആണുള്ളത്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ആണുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഇൻസുലിൻ പ്രൊഡക്ഷൻ അതിൻ്റെ വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, നമ്മളൊരു തീരെ കൺട്രോൾ ചെയ്യാണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് ബോഡിയിൽ എഫക്ട് ചെയ്യാത്തൊരവസ്ഥ ഉണ്ട്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, റിസപ്റ്റേഴ്സും ഹോർമോണും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യേണ്ട ഇൻസുലിൻ്റെ റിസപ്റ്റേഴ്സ് അവിടെ ഇല്ലാത്തൊരവസ്ഥ ഒക്കെ നമ്മുടെ ബോഡിയിൽ വരും. അപ്പോൾ ഈ കണ്ടീഷൻ കൊണ്ടൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് അവിടെ വരാം. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലോസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ. അപ്പോൾ ഇവിടെ എന്താണ് ടൈപ്പ് 1 വരുന്നത്, നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയാണ്. എന്തുകൊണ്ടായിരിക്കാം? അത് ബീറ്റാ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം എന്നുള്ള കണ്ടീഷനൊക്കെ വരാം. അപ്പോൾ ഏത് കണ്ടീഷനാണ്, ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഡയബറ്റിക് ആണെന്ന് പറയണം, നമ്മളൊരു FBS എടുത്ത സമയത്ത് 120 milligram per deciliter, 126 milligram per deciliter കൂടുതൽ കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യാനുള്ളത് ഡയറ്ററി കൺട്രോളാണ്. ഡയറ്ററി കൺട്രോൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, സ്മോക്കൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് കൺട്രോൾഡ് ആവും. ചില ആളുകളിൽ അത് കൺട്രോൾ ആവും. എന്നിട്ടും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ മെഡിസിനിലേക്ക് പോകണ്ട, ഒരു ഡോക്ടറെ അടുത്ത് കാണിച്ച് മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഡയബറ്റീസ് അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ സൈഡായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അൺട്രീറ്റഡ് ആയി കഴിഞ്ഞാൽ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ 2 ടൈപ്പ് ഡയബറ്റീസ് ആണുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ടൈപ്പ് 1 നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നിങ്ങൾക്കൊരു ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. ടൈപ്പ് 1, ടൈപ്പ് 2, ഞാൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എഴുതാം. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അതിൻ്റെ കോസസ് ആണ്. രണ്ടിലും നമുക്ക് കോസ് തന്നിട്ടുണ്ട്, പോയിന്റ് ആക്കിയിട്ട് എഴുതാം. എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് ടൈപ്പ് 1 നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലോസ്റ്റ്. ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലോസ്റ്റ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ എന്നുള്ളത് ഇവിടെ എഴുതാം. രണ്ടാമത്തേലാണെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റും. വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ, രണ്ടാമത്തെ എന്താണ്, lack of dietary control and മൂന്നാമത്തത് decreased effectiveness of insulin എന്നുള്ള 3 കണ്ടീഷൻസ് എഴുതാം. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ എനിവേ നമ്മൾ ഈ ഒരു ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇലവേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് 5 സിംറ്റംസ് പറഞ്ഞു. എക്സസീവ് തേഴ്സ്റ്റ്, ഹങ്കർ, ഫാറ്റിക്, ദെൻ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ്
frequent urination and weight loss എന്ന് നമ്മൾ പറഞ്ഞു. Then there are two types, type 1 and type 2 causes പറയുമ്പോൾ അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിസ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? 2 ടൈപ്പ്, 1 ആൻഡ് 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. കോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടേബിൾ, നേരത്തെ വരച്ച ടേബിൾ ഇതിലേക്ക് എത്താൻ പറ്റും. ദെൻ കോമൺ ആയിട്ട് സിംറ്റംസ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ ടേബിൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയാം. മെലിറ്റസ് എന്ന് എഴുതാം. അതിൻ്റെ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ കൊടുക്കാം. ഇവിടെ സിംറ്റംസ് എന്ന് കൊടുക്കാം. എന്നിട്ട് 5 ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദെൻ അതിലെ അടുത്തത് ഇവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് എന്ന് കൊടുക്കാം. ഈ കോളത്തിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 and 2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോസസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു ആസ് എ ഹോൾ ഡയബറ്റീസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ടേബിളായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഡയബറ്റീസ് വരാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അൺഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടത്ര ഫൈബർ ഇല്ല, നമ്മളൊരു ബാലൻസ്ഡ് ഫുഡ് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, വേണ്ട രീതിയിലുള്ള ഡയറ്ററി ഫൈബേഴ്സ് ഒന്നും നമ്മൾ എടുക്കാത്ത കണ്ടീഷനൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷനിലേക്ക് വരാം. കൂടാണ്ട് അൺഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ് ആർ ദ കോസസ് ഓഫ് elevated level of type 1, 2 diabetes among children. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ചിൽഡ്രനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന് കാരണം നമ്മുടെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ എക്സസൈസും ഒരു നമ്മൾ സെഡൻറ്ററി മോഡ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം. നമ്മൾ മൊബൈലിലും പുറത്തേക്ക് കളിക്കാൻ പോകാണ്ട് മൊബൈലിലൊക്കെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ഷുഗർ ഇൻടേക്ക്, നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഈ ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് കാരണങ്ങൾ നേരത്തെ പറഞ്ഞു. ഹാർട്ട് ഡിസീസ് വരാം, റീനൽ ഫെയിലിയർ വരാം, നമ്മുടെ ഐസുമായിട്ട് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിന് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ന്യൂറോപ്പതി എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയാണെങ്കിൽ അതെന്താണ്, നെർവസ് സിസ്റ്റത്തിനാണ് ന്യൂറോപ്പതി ബാധിക്കുന്നത്. നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ കിഡ്നിയാണ്. ദെൻ റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത്ര റിസപ്റ്റേഴ്സ് ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെ എന്താണ്, റെസിസ്റ്റൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വരും പറ്റും. അതുപോലെ ഡയറ്ററി കൺട്രോള്, എന്താണ്, എക്സസൈസ്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. അതുപോലെ നമുക്ക് വരുന്നതാണ് മെഡിക്കേഷൻസിൽ തന്നെ നമുക്ക് എന്ത് പറയാം, ടാബ്ലറ്റ് ആയിട്ടും ഉണ്ട്, ഇൻസുലിൻ ഇഞ്ചക്ഷനായിട്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയബറ്റീസുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിനും നിങ്ങളുടെ നോർമൽ നോട്ടിലല്ല, നിങ്ങൾക്കിപ്പോൾ എക്സാമൊക്കെ അടുക്കാറായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നോട്ട് അതിന് വേണ്ടി മാത്രം വെക്കുക. ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് വെക്കുമ്പോൾ, ചാപ്റ്റർ 4 എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിൻ്റെ സമ്മറൈസ് ചെയ്തൊരു ടേബിൾ അവിടേക്ക് വരച്ച് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ടേബിൾ നമ്മൾ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പോകുന്ന തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഒന്ന് പെട്ടെന്ന് നോക്കി റിവിഷൻ നടത്താനൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളത് നോക്കാം. താങ്ക് യു.